നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 102ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്തുന്നതിനും നല്ല സ്വിംഗ് എൻട്രീസ് കണ്ടെത്തുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പം 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ജൂൺ മാസത്തെ ക്യാൻഡിലാണ്. ഏകദേശം 1, 2, 3 ദിവസമാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ജൂൺ മാസത്തെ ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ എന്ന്. പക്ഷേ നമ്മൾ മെയ് മാസത്തെ ക്യാൻഡിലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അതിന് മുമ്പ് ജൂണിന് മുമ്പത്തെ ഈ ക്യാൻഡിൽ മെയ് മാസം സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇത്രയും താഴെ വരെ പോകുന്നതിന് ശേഷം ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ നമുക്ക് ഈ ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ വളരെ വലിയൊരു വിക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു താഴെ നിന്ന് പ്രൈസ് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസത്തിലും അതേ ഒരു പോയിന്റിലാണ് ഇപ്പം ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്, 16,584 എന്ന പോയിന്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീക്കിലിയിലും ഡെയിലിയിലും പോയതിനു ശേഷം നല്ല സപ്പോർട്ട് റീജൻസ്, റെസിസ്റ്റൻസ് റീജൻസ്, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ഒക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം വീക്കിലിയിലേക്ക് വരുമ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ ക്യാൻഡിലിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൊമെൻ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ആഴ്ചത്തെ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ഒരു ക്യാൻഡിൽ ഇതിന് മുമ്പത്തെ ആഴ്ചത്തെ ക്യാൻഡിലിനേക്കാളും അപ്സൈഡ് ക്ലോസിങ് തന്നെയാണ് തന്നത്. പക്ഷേ ലാസ്റ്റ് ഫ്രൈഡേയിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഈ ഒരു ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂവേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ഒരു റീജിയൻ വരെ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചെറിയ ചെറിയ കൺസോളിഡേഷൻ ഉണ്ടായി പതിയെയാണ് അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. അപ്പം ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് റീജിയൻസ്, റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ നമ്മളിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമ്മൾ ഫ്രൈഡേയിലുണ്ടായി ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഒരു പക്ഷേ ഒരു കുറച്ച് താഴോട്ടും കൂടെ പ്രൈസിനെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് റീജിയൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 16,400 റീജിയൻ, ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ക്ലോസിങ് തരികയാണ്. ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ 16,400 താഴെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു റീജിയൻ വരെ 15,750, 15,800 റീജിയൻ വരെ. പക്ഷേ മാക്സിമം ചാൻസ് ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്ന് ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു റീജിയൻ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു റീജിയൻ 16,800 എല്ലാ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. 16,800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. എപ്പോഴാണോ അത് ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിങ് തരുന്നത്, അത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 17,450 റീജിയൻ വരെ, ഈ ഒരു റീജിയൻ വരെ. അപ്പം ഇവിടെ നിന്ന് ഒരു പക്ഷേ ഇങ്ങനെയൊരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 17,450 ഈ ഒരു റീജിയൻ വരെ. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ഹൈ 17,800, ഏകദേശം 17,800, 700 റീജിയനിലാണ് ചാനലിൻ്റെ ഹൈയും വരുന്നത്. അപ്പം ഈ ഒരു 2 റീജിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീജിയൻ 16,800 അതുപോലെ തന്നെ 16,400. അപ്പോൾ താഴോട്ടാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് ആയിരുന്നെങ്കിൽ വീണ്ടും ഒരു താഴോട്ടുള്ള ചെറിയൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല 16,800 മുകളിൽ ഒരു ക്ലോസിംഗ് ആണ് തരുന്നതെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണുന്നവരാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു ലാസ്റ്റ് വീക്കിനേക്കാളും ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായി നമുക്കൊരു മുകളിൽ തന്നെയാണ് ക്ലോസിങ് തന്നിരുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വീക്കിലും നമ്മൾ ഒരു നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കാം താഴോട്ടൊരു, അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ബാക്കി ഇതിനു മുമ്പുള്ള ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിഫ്റ്റിയിൽ നല്ല വാലുവേഷനിലേക്ക് വരുമ്പം ഈ ഒരു റീജിയൻ നല്ലൊരു വാലുവേഷനാണ്, ഇങ്ങനെയുള്ള റീജിയൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല വാലുവേഷനിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാം. അതല്ല നല്ല സ്റ്റോക്കുകൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആവറേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെയുള്ള റീജിയൻസ്. അപ്പം
മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു വീഡിയോ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, 100ാമത്തെ വീഡിയോ ആയിട്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലഭിക്കും, അവിടെ പോയി കണ്ട് മനസ്സിലാക്കുക നല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ. ബാക്കി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ട്യൂട്ടോറിയൽസ് ആയിട്ട് ടെക്നിക്കൽ അനാലിസും ഫണ്ടമെൻ്റൽ അനാലിസും ഒക്കെ പ്ലേലിസ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അതും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു 2 റീജിയൻ മാർക്കറ്റിൽ നോട്ട് ചെയ്ത് വെക്കുക, ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി, നല്ല എൻട്രീസ് എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല എക്സിറ്റുകൾ എടുക്കുന്നതിന് വേണ്ടി. അപ്പം ഈ വീഡിയോ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.